ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ വലിയൊരു സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. മെഡിക്കൽ കോളേജുകളുടെ കൂട്ടത്തിൽ ഇത്രയും പരാജയമായ ഒരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പരാജയമായിട്ട് നമ്മളവിടെ പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് സാധാരണക്കാരനെ ആശ്രയിക്കാൻ വേറെ വഴിയില്ല. നമുക്കിപ്പോൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വലിയ ഭീമമായ തുകകൾ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാതെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പട്ടിയുടെ വിലയെന്ന് പറയാൻ പറ്റത്തില്ല, അതിലും ഇതായിട്ട് മോശമായിട്ടുള്ള സമീപനവും അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങളും ആ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ ശൈലജ മാഡം ഇരുന്ന സമയത്ത് അത്യാവശ്യം പാവങ്ങൾക്കുള്ള മരുന്ന് അല്ലെങ്കിൽ സാധാരണ പ്രായമുള്ളവർക്കുള്ള മരുന്നുകളും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അവർക്കുള്ള സേവനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പുതിയൊരു മന്ത്രി വന്നതിന് ശേഷം എല്ലാം കൊണ്ടും ആ കാര്യങ്ങൾ പരാജയത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ എല്ലാം A to Z കാര്യങ്ങൾ പരാജയമാണ്. അതുപോലെ തന്നെ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുതിയ പുതിയ സൊല്യൂഷൻസ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. എന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട രീതിയിലല്ല കൊണ്ടുപോകുന്നത്. അതിൽ ആദ്യം തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണും, വണ്ടാനം ഹോസ്പിറ്റലിൽ ഗർഭിണികൾ മരിച്ചുപോയ ഒത്തിരി ഇൻസിഡൻറ്റുകളുണ്ട്. അതുപോലെ മരണം മറച്ചു വെച്ച ഇൻസിഡൻറ്റുകളുണ്ട്. അതുപോലെ ഇപ്പം ഞാനിത് പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ, എനിക്കപ്പം വീഡിയോ ഇടാൻ പറ്റില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ചെന്ന സമയത്ത് ഡോക്ടർമാർ സഫീഷ്യൻ്റ് അല്ല. ആ ടൈമിൽ നമ്മളിത് നേരെ പോയി നേരെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം എന്താ പറയുക, പൈസ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പൈസ കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സർവീസ് നമുക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ ചെന്നു ഡോക്ടറെ കണ്ടു, ഡോക്ടറെ കാണാൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ നിൽക്കേണ്ടി വന്നു. ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ ടെസ്റ്റിന് വന്നു. ടെസ്റ്റ് ചെയ്യുന്ന OPയുടെ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ടെസ്റ്റുകൾ കാണിച്ച് അതിൻ്റെ ക്യാഷ് അടയ്ക്കണം. ശ്രദ്ധിക്കുക, ആദ്യം ക്യാഷ് അടയ്ക്കണം. ക്യാഷ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിലവിൽ ലഭ്യമല്ലാത്ത ടെസ്റ്റുകൾക്ക് കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുക. ക്യാഷ് അടച്ചതിന് ശേഷം നമ്മൾ ആ റെസിപ്റ്റുമായിട്ട് അടുത്ത കൗണ്ടറിൽ പോയി നിൽക്കണം. അടുത്ത കൗണ്ടറിൽ പോയി ക്യൂ നിന്ന് അവിടുന്ന് നമ്മൾ ആ സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ഡെപ്പി വാങ്ങിക്കണം. ഡെപ്പി വാങ്ങിച്ചതിന് ശേഷം പിന്നെ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കണം. ഈ ബ്ലഡ് കളക്ട് ചെയ്തതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും ടെസ്റ്റുകൾ തന്നിരിക്കുന്നതിൻ്റെ അത് 1-2 നമുക്ക് ചാർജ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഓഫീസിലില്ല, ഹോസ്പിറ്റലിലില്ല, പുറത്തുള്ള ലാബിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ അവർ തന്നെ നമുക്ക് ലാബ് നിർദ്ദേശിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന സാമ്പിളുകൾ നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടു കൊടുക്കേണ്ടത് നമ്മളാണ്. സെയിം അവിടെ നോക്കുന്ന ഒരെണ്ണേ കാണത്തുള്ളൂ, ബാക്കി ഓരോ ബ്ലോക്കുകൾ അവർ പറയും, ആ ബ്ലോക്കുകളിൽ കൊണ്ടുവന്ന് നമ്മളത് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, അതിനും ക്യൂ. അപ്പോൾ ഈ ഒന്ന് ആലോചിക്കണം, ഡോക്ടറെ കാണാനായിട്ട് ക്യൂ, ഈ പറയുന്ന ബില്ല് അടയ്ക്കാനായിട്ടുള്ള ക്യൂ, അത് കഴിഞ്ഞ് ബോട്ടിൽ കളക്ട് ചെയ്യാനായിട്ടൊരു ക്യൂ, അത് കഴിഞ്ഞ് ബ്ലഡ് എടുക്കാനൊരു ക്യൂ, പിന്നെ ഈ ബ്ലഡ് നമ്മൾ എടുത്തത് കൊണ്ട് കൊടുക്കാനായിട്ടുള്ളൊരു ക്യൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ സമയത്തെ അവർ തരത്തുള്ളൂ. അത് അവർക്ക് നമുക്ക് എമർജൻസി ആയിട്ട് OPയിൽ തന്നെ കാണിക്കേണ്ട സാധനം അന്നത്തെ ദിവസം കിട്ടത്തില്ല, അന്നത്തെ ദിവസം വൈകുന്നേരം ആവും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.